RSS ശബരിമല യുവതികളെ കയറുന്നതിന് അനുകൂലമാണ്. ദേവസ്വം ബോർഡ് നടത്തുന്ന ആഗോള അയ്യപ്പ സംഘത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ആര് നടത്തിയാലും നല്ലതാണ്. CPM ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈഴവ വോട്ട്, നായർ വോട്ട്, ഹിന്ദു വോട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരുമാതിരി കുറച്ചൊക്കെ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാർക്കറിയാം. പക്ഷേ സംഗമം നടക്കട്ടെ, കൂടുതൽ ഫണ്ട് വരുന്നെങ്കിൽ വരട്ടെ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ പറ്റുക? നിങ്ങൾ എന്ത് നിലപാടെടുത്താലും എന്താണ്? ശബരിമല യുവതികളെ കയറ്റാൻ വിശ്വാസികൾ സമ്മതിക്കൂല. നിങ്ങൾ CPM എന്ത് നിലപാടെടുത്താലും, കോൺഗ്രസ് എന്ത് നിലപാടെടുത്താലും, BJP എന്ത് നിലപാടെടുത്താലും ശബരിമല യുവതികളെ കയറ്റാൻ അവിടുത്തെ വിശ്വാസികൾ സമ്മതിക്കൂല. ഒരു കുമ്മനം രാജശേഖരൻ ഇല്ലാതൊരു അയ്യപ്പ സംഗമം നടത്തുന്നതിൽ അർത്ഥമില്ല. കേരളത്തിൽ ഇന്ന് ശബരിമലയിൽ യുവതികൾ കയറണമെന്ന് അഭിപ്രായമുള്ള രണ്ടേ ആൾക്കാരേ ഉള്ളൂ. RSSന്റെ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ RV ബാബു, BJPയുടെ പഴയ ഇന്റലക്ച്വൽ സെൽ ഹെഡ് ശ്രീ TG മോഹൻദാസ്, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഈശ്വർ അല്ല നമ്മുടെ നേതാവ്. എന്നിട്ട് എന്ത് പറ്റി? രാഹുൽ ഗാന്ധി നിലപാട് മാറ്റി, ശശി തരൂർ നിലപാട് മാറ്റി, NTR കോൺഗ്രസ് നിലപാട് മാറ്റി. അടുത്ത തവണ കോൺഗ്രസിനുള്ള ഇലക്ഷൻ പ്ലാൻ ശബരിമലയായി മാറി. ഇന്ന് എൻ്റെ അതിഥി രാഹുൽ ഈശ്വറാണ്. നമസ്കാരം. ഈ തലയിലെ ബാൻഡ് എവിടെ പോയി? അത് സേഫ് ശബരിമല എന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കെട്ടിയതാണ്. അന്ന് ഞാൻ കെട്ടിയപ്പം വിമർശിച്ചവർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നോട് ചോദിക്കുന്നവരോട് ആലങ്കാരികമായി പറയും, ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ സഖാവ് അത് എടുത്തുകൊണ്ട് പോയി. ഞാൻ പണ്ട് എന്നോട് എന്ത് ചോദിച്ചാലും അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദവും മതസൗഹാർദ്ദവും ഒക്കെ പറഞ്ഞിട്ട് തുടങ്ങും. ഇപ്പോൾ അത് ആ സ്പേസ് പിണറായി വിജയൻ സഖാവാണ് എടുക്കുന്നത്. ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആദ്യം അയ്യപ്പനെയും വാവരെക്കുറിച്ച് പറയും. അതുകൊണ്ട് അതൊരു പോസിറ്റീവ് കാര്യമാണ്. കാര്യം അതൊരു വിജയഭേരി മുഴക്കി പറയുന്നതല്ല. ആരാണെങ്കിലും നമ്മൾ കോമണായിട്ട് അംഗീകരിക്കുന്ന കുറേ നിലപാടുകളും തത്വങ്ങളും ഉയർത്തിക്കാട്ടുമ്പോൾ സന്തോഷമാണത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തോട്, ദേവസ്വം ബോർഡ് നടത്തുന്ന ആഗോള അയ്യപ്പ സംഘത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? പൊളിറ്റിക്കൽ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, നമുക്കെല്ലാം അറിയാം. പ്രത്യേകിച്ച് ഈഴവ നായർ വോട്ടുകൾ അല്ലെങ്കിൽ വിശാല ഹിന്ദു വോട്ടുകൾ CPM നകന്നുകൊണ്ട് അതിനെ കൂടെ നിർത്താൻ കൂടി വേണ്ടിയുള്ളൊരു സോഫ്റ്റ് ഹിന്ദു പിച്ചാണത്. അപ്പം അല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും വിശ്വസിക്കും, എല്ലാവർക്കും അറിയാം ഇലക്ഷൻ വർഷത്തിൽ നടത്തുന്നതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഞങ്ങളെല്ലാം പറയാറുള്ളത് ആര് നടത്തിയാലും നല്ലതാണ്. ഇപ്പോൾ NSS ആണെങ്കിലും SNDP ആണെങ്കിലും ഏതെങ്കിലും ഭക്തസംഘടനകളോട് വന്നിട്ട് ഇങ്ങനൊരു സംഗമം നടക്കുകയാണ്, നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ പറ്റൂ? ഇല്ല, നമുക്ക് ആ കോണ്ടെക്സ്റ്റ് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ BJPക്കോ കോൺഗ്രസിനോ എതിർക്കാം. പക്ഷേ ഒരു സാധാരണ NSSനോ SNDPക്കോ എങ്ങനെ എതിർക്കാൻ പറ്റും? അവിടെയാണ് സുകുമാരൻ സാറാണെങ്കിലും SNDP ആണെങ്കിലും ഒക്കെ നല്ല കാര്യമല്ലേ ചെയ്യണം. പക്ഷേ പരമാവധി ഇൻക്ലൂസീവായിട്ട് ചെയ്യണം. ആരെയും ഒഴിവാക്കരുത്. കോൺഗ്രസിൽ നിന്ന് ആളെ വിളിക്കണം, BJP നിന്ന് ആൾക്കാരെ വിളിക്കണം, കുമ്മനം രാജശേഖരനെ വിളിക്കണം, അല്ലെങ്കിൽ ശ്രീ കുമ്മനഞ്ചനെ വിളിക്കണം, അയ്യപ്പ സേവാ സംഘത്തെ വിളിക്കണം, പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻസിനെ വിളിക്കണം എന്ന് പറയാനല്ലേ പറ്റൂ. വേറെ എന്താ അതിനെ എതിർക്കുന്നതിന് എന്ത് സാങ്കത്യമുള്ളത്? ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ദേവസ്വം ബോർഡ് ധാർമ്മികമായിട്ട് ഒരു അധികാരമുണ്ട്, അല്ലെ ധാർമ്മികമായി അത് ശരിയാണോ എന്നാണ് BJPയുടെ നിലപാട്. അതിനോട് എന്താ രാഹുലിന് പറയുന്നത്? BJPയുടെ നിലപാട് കുറച്ചുകൂടെ പ്രിസൈസായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാരിന് നടത്താനുള്ള ധാർമ്മികമായ അവകാശമില്ല. രണ്ട്, മതേതര സർക്കാരാണ്, അതുകൊണ്ട് നടത്തരുത്. ഇതൊക്കെയാണ് BJPയുടെ ലൈൻ ഓഫ് ആർഗ്യുമെന്റ്. അത് നമുക്കിഷ്ടമില്ലാത്ത കാര്യം നടക്കുമ്പോൾ എന്തെങ്കിലും ന്യായം എല്ലാവർക്കും എപ്പോഴും പറയാൻ പറ്റുമല്ലോ എന്ന് പറയുന്നത് മാത്രമാണ്. അതായത് BJP പറയുന്ന ആംഗിൾ എന്താ? സർക്കാർ യുവതി പ്രവേശനത്തിൻ്റെ വിഷയത്തിലെ നിലപാടിൻ്റെ കാര്യമാണ്. ഈ വിഷയം തുടങ്ങിയപ്പം BJPയും കോൺഗ്രസും CPMും എല്ലാം സുപ്രീം കോടതിയിലെ വിധി അനുകൂലിച്ചതാണ്. ഞാനടക്കം വിരലെണ്ണാവുന്നവർ മാത്രമാണ് ഇറങ്ങി പോരാടിയത്. കാര്യം 4-1 വിധി വന്നപ്പോൾ ഞങ്ങൾക്കാർക്കും തോക്കുന്ന സൈഡിൽ നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞും മാത്രമല്ല ആ വിഷയത്തെ മനസ്സിലാകാത്ത ഒരുപാട് പേര് ഇന്ന് എതിർത്താണ്. അപ്പോൾ ഇതൊരു BJP കോൺഗ്രസ് പ്രശ്നമല്ല, പലപ്പോഴും CPMകാർക്ക് പറ്റുന്നൊരു പ്രശ്നം. പ്രത്യേകിച്ച് നമ്മുടെ മതേതര, ഇടത്, ലിബറൽ, പുരോഗമന, ഫെമിനിസ്റ്റ് ബുദ്ധിജീവികൾക്ക് പറ്റുന്നൊരു പ്രശ്നം RSSകാരുടെ ഒരു അജണ്ടയാണ് ഈ ശബരിമലയിൽ യുവതികളെ എതിർക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. നേരെ തിരിച്ച് RSS ശബരിമല യുവതികളെ കയറുന്നതിന് അനുകൂലമാണ്. അന്നല്ല, ഇന്ന് കേരളത്തിൽ 2025 നാളെ സെപ്റ്റംബർ 18 കേരളത്തിൽ ഇന്ന് ശബരിമലയിൽ യുവതികൾ കയറണമെന്ന് അഭിപ്രായമുള്ള രണ്ടേ ആൾക്കാരേ ഉള്ളൂ. RSSന്റെ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ RV ബാബു, BJPയുടെ പഴയ ഇന്റലക്ച്വൽ സെൽ ഹെഡ് ശ്രീ TG മോഹൻദാസ്. അത് രഹസ്യമായിട്ടൊന്നുമല്ല, പരസ്യമായിട്ട്. രംഗഹരി, അതായത് RSSന്റെ ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ ബൗദ്ധിക്കായിരുന്നു ശ്രീ രംഗഹരി. ഹരിയേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. രംഗഹരി മരിക്കുന്നത് വരെ ശബരിമല യുവതികളെ കയറ്റണമെന്നും ശബരിമല യുവതികളെ കയറ്റുന്നതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന പുസ്തകത്തിൻ്റെ പേര്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിൻ്റെ അജണ്ടയാണ് ശബരിമല യുവതികളെ കയറ്റുക. അത് നമ്മുടെ ഫെമിനിസ്റ്റുകൾക്കും മതേതരവാദികൾക്കും ഇടതുപക്ഷക്കാർക്കും പുരോഗമനക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇതാണ് അതിലെ യഥാർത്ഥ പ്രശ്നം. ഞാനൊക്കെ എത്രയോ വർഷങ്ങളായി, കാര്യം ഇത് ഞാൻ കണ്ടുപിടിച്ചത് അക്കാഡമിക് തലത്തിലൊന്നുമല്ല, എൻ്റെ ജീവിതത്തിലെ 16-17 വർഷം ശബരിമലയ്ക്ക് വേണ്ടി ചിലവഴിച്ചാണ് ഈ പോരാട്ടത്തിന് വേണ്ടി. നമുക്കൊരാൾ ഒരു മുക്കലും മൂളലും കോമയും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതായത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മാഡത്തിന് കൗതുകരം, ഒരു ഈ ആംഗിൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഈ ആംഗിൾ കേൾക്കേണ്ടതാണ്. അതായത് ശബരിമല യുവതികളെ കയറ്റുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണ്?
ഇത് BJP രാജ്യസഭാ MP ആയ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇതിലെ ഏറ്റവും മോശം നിലപാട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മുത്തശ്ശിയാണ് ആദ്യമായിട്ട് ഇതിൽ അറസ്റ്റിലായത്. ഒരു പക്ഷേ അത് കേട്ട് കാണും. 82 വയസ്സായിരുന്നു മുത്തശ്ശിയുടെ പ്രായം. എൻ്റെ അമ്മയുടെ പ്രായം 60-62 വയസ്സ്. അമ്മ അറസ്റ്റിലായി. പിന്നീട് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും അറസ്റ്റിലായി. അതിനുശേഷമാണ് ആദ്യം ഇവിടെ മറ്റേ ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്. മാധ്യമങ്ങളുടെ എല്ലാം വാൻ തല്ലിപ്പൊളിച്ചു. അതൊക്കെ തെറ്റാണ് കേട്ടോ. ഞാൻ പോയി എല്ലാവരോടും മാപ്പ് പറഞ്ഞു, അത് വേറെ. പക്ഷേ അന്നൊരു വൈകാരികമായ സിറ്റുവേഷൻ സംഭവിച്ചു. സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാട്, സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറഞ്ഞാൽ BJP ഹിന്ദുത്വ റൈറ്റ് വിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. ഹാർവേഡ് പ്രൊഫസറാണ്. മുസ്ലിം വിരോധം പറഞ്ഞതിന് ഹാർവേഡിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാട് ശബരിമലയിൽ പട്ടാളത്തെ ഉപയോഗിച്ച് യുവതികളെ കയറ്റണം, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ്. രംഗഹരിജിയുടെ നിലപാട് ശബരിമല യുവതികളെ കയറ്റണമെന്നാണ്. TG മോഹൻദാസിയുടെ നിലപാട് ശബരിമല യുവതികൾ കയറ്റണമെന്നാണ്. ശ്രീ RV ബാബുവിൻ്റെ നിലപാട് ശബരിമല യുവതി കയറ്റണമെന്നാണ്. എന്തിന് സുരേന്ദ്രൻജിയുടെ BJP പിന്നീട് പോരാളിയായി മാറിയ, അതിന് വലിയ നന്ദിയുണ്ട് അദ്ദേഹത്തോട്. സുരേന്ദ്രൻജി രഹന ഫാത്തിമയെ ടാഗ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ശബരിമല യുവതികളെ കയറ്റണം. അതിൻ്റെ റീസൺ അറിയുമ്പോഴാണ് ആ കൗതുകം വരുന്നത്. കാര്യം ശബരിമല യുവതികളെ കയറ്റിക്കഴിഞ്ഞാൽ ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി വലിയ എന്തോ ത്യാഗം നമ്മൾ എടുത്തു, ഇനി മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം എന്ന നറേറ്റീവിന് വളമൊരുക്കാൻ വേണ്ടി ചെയ്തതാണ്. രാഹുൽ പറയുന്നതിന്റെ ആ ഔചിത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. സുപ്രീം കോടതി വിധി വന്നു. സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞതിന് ശേഷം RSS എവിടെയാണ് ഔദ്യോഗികമായിട്ട് അങ്ങനെ പറഞ്ഞത്? RSS അതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയാണ് ചെയ്തത്. RSS മാത്രമല്ല, കോൺഗ്രസ്, CPM എല്ലാവരും. അത് ഒരു പാർട്ടിയെ കുറ്റം പറയല്ല. യഥാർത്ഥത്തിൽ ശബരിമല യുവതികളെ കയറ്റുന്നതിനെ അംഗീകരിക്കുകയല്ലേ എല്ലാ പാർട്ടികളും ചെയ്ത്. ഓർമ്മ കാണുമല്ലോ. പിന്നീട് ഞങ്ങളടക്കം പ്രക്ഷോഭത്തിന് ഇറങ്ങുമ്പോഴാണല്ലോ എൻ്റെ കളർ മാറുന്നത്. അത് എന്തുകൊണ്ടാണ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഈ ആംഗിള് ഇന്ത്യയുടെ ആത്മാവ്, അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആത്മാവിനെ അറിഞ്ഞാലേ ഈ പ്രശ്നം മനസ്സിലാവൂ. ഒരു പക്ഷേ അത് തന്നെ 1-2 മിനിറ്റിൽ മാഡത്തിന് കൺവിൻസിംഗ് ആവുന്ന രീതിയിൽ പറയാം. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ദീപക് മിശ്രാജി, അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം ഒരു റൈറ്റ് വിങ് ജഡ്ജാണ്. ലെഫ്റ്റ് ലിബറലാണ് ചന്ദ്രചൂഡ്ജി. ഇത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അത് അറിയാത്തവരാണ്. ജഡ്ജിമാരെ എങ്ങനെ വിങ് തിരിച്ച് പറയരുതെന്നുള്ള നെയ്വിറ്റിയും നിഷ്കളങ്കതയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ. അതായത് ഇക്കാര്യത്തിലൊക്കെ നമ്മൾ അമേരിക്കക്കാരെ കണ്ടുപിടിക്കണം. ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ CPM കാരനോ കോൺഗ്രസോ BJP അല്ല, ആശയപരമായി വലതോട്ട് ചേർന്ന് നിൽക്കുകയോ ചാഞ്ഞ് നിൽക്കുകയോ ഇടതോട്ട് ചേർന്ന് നിൽക്കുകയോ, കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ. ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ്, ഞാൻ അഭിമാനത്തോടെ പറയുന്നതാണ്. ദീപക് മിശ്രാജി എന്ന് പറഞ്ഞാൽ, ദീപക് മിശ്രാജി ഇതിനെ ഒരു വലിയ അവസരമായി കണ്ടു. ഇനി രാഹുൽ ഈശ്വർ പറയുന്നത് വിശ്വസിക്കേണ്ട, ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറയുന്നത് വിശ്വസിക്കാമല്ലോ. സുപ്രീം കോടതിയിൽ ഏറ്റവും കൂടുതൽ വിധിന്യായം എഴുതിയ മലയാളിയായ സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് സാറ് ഈ ബെഞ്ചിൽ ഇരുന്ന ആളാണ്. അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഞാൻ ഈ ബെഞ്ചിൻ്റെ ഭാഗമായിരുന്നു, ഞാൻ ശബരിമലയെ അനുകൂലിച്ചുള്ള നിലപാടുകൾ പറഞ്ഞിരുന്നു, ഒരു ദിവസം രാവിലെ എന്നെ അങ്ങ് മാറ്റിയതാണ്. ദി ഹിന്ദു അടക്കമുള്ള ലെഫ്റ്റ് ലിബറൽ പത്രങ്ങൾ വളരെ ശക്തമായി ഇത് അത്ഭുതത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ജഡ്ജി ഒരു കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അനുകൂലമായും എതിരാകാം, കാരണമൊന്നും പറയാതെ ഈ ജഡ്ജിയെ മാറ്റുക. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ദീപക് മിശ്രാജി ഇങ്ങനെ മനൂവർ ചെയ്ത് ശബരിമലയിൽ യുവതികളെ കയറ്റിക്കഴിഞ്ഞാൽ അത് യൂണിഫോം സിവിൽ കോഡ്. കാര്യം എന്താ യൂണിഫോം സിവിൽ കോഡ്? സ്ത്രീകൾക്ക് സമത്വം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ യൂണിഫോംസ് മതം സ്ത്രീകൾക്കുള്ള സമത്വത്തെ തടയുന്നു, സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന റൈറ്റ് വിങ്ങിലെ എക്സ്ട്രീമും ചില ലെഫ്റ്റ് ലിബറൽസും എഗ്രി ചെയ്യുന്ന ആ പ്രപ്പോസിഷൻ മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്. ഇത് രാഹുൽ ഈശ്വർ പറയുന്ന കോൺസ്പിറസി തിയറിയോ രഹസ്യമൊന്നുമല്ല. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി പോലുള്ളവർ പരസ്യമായി പറയുകയും ഓപ്പൺലി ഡിസ്കസ് ചെയ്യുകയും ശബരിമല വിധിന്യായം അതിനു വേണ്ടിയുള്ള മൊമെൻറ്റം ഉണ്ടാക്കണം, ഊർജ്ജം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ. ഇനി മാഡത്തിനും എനിക്കറിയില്ല മാഡത്തിൻ്റെ പ്രസിഡന്റ് എന്താണെന്ന്. ശബരിമലയിൽ സ്ത്രീകളോട് വിവേചനമുണ്ട് എന്ന് കരുതുന്ന ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരുണ്ട്. അവരോട് ഞാൻ വളരെ താഴ്മയോട് പറയുന്നത്, ശബരിമലയിൽ ഓരോ വർഷവും 5 ലക്ഷം സ്ത്രീകൾ കയറുന്നുണ്ട്. ഓരോ വർഷം നമുക്ക് ആ വിശ്വാസത്തിലൊന്നും നമ്മൾ എതിര് പറയുന്നില്ല. അതിൽ എതിര് പറയണം നിങ്ങൾ. അത് അല്ല, ഒരു സെന്റ് എതിര് പറയണം എന്ന് പറഞ്ഞാലേ അത് ചോദ്യം ചെയ്ത് അത് ശരിയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഒരു വരി കൂടെ ഞാൻ എടുക്കും, അത് പറയുമ്പോൾ വേണം കൺവിൻസ്ഡ് ആവും. ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറുന്നുണ്ട്. ശബരിമലയിൽ പക്ഷേ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട്. ഇത് ശരി അല്ല. നമുക്ക് സംശയമില്ല. എന്റെ ചോദ്യം അതൊന്നും അല്ല, യുവതി പ്രവേശനമേ അല്ല എന്റെ ചോദ്യം. സർക്കാരിന്റെ നിലവിലെ ഈ പറയുന്ന അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് ധാർമ്മികമായി നടത്തുന്നതിൽ ഒരു രീതിക്ക് സർക്കാരിന് അവകാശമുണ്ടോ? ധാർമ്മികത എന്ന് പറഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ പോലെ LDF സർക്കാർ എന്തായിരുന്നു? അനുകൂലമായിരുന്നു, യുവതി പ്രവേശനത്തിന് അനുകൂലമായിരുന്നു. അത്തരം അനുകൂല സാഹചര്യം എടുത്ത് അയ്യപ്പ സംഗമം നടത്തുന്ന ഒരു ധാർമ്മികമായ സാഹചര്യം ഉണ്ടോ? BJPയുടെ നിലപാട് അതാണ്. അങ്ങനെ ചോദിച്ചാൽ ഞാൻ കടുത്ത ഇടതുപക്ഷ വിരുദ്ധനാണ്. എന്നാലും ഞാൻ തിരിച്ചൊരു ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ ഇന്നും യുവതികളെ കേട്ടണമെന്ന്
എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ എങ്ങനെയാ 22-ാം തീയതി പരിപാടി നടത്താൻ പറ്റുക? CPM ജി സുധാകരൻ ജിയും പത്മകുമാർജിയും ഒക്കെ ശബരിമല യുവതികളെ കയറുന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ സഖാവ് പറഞ്ഞിട്ടില്ല. അതായത് ആ സർക്കാരിന് ഈ ശബരിമല വിശ്വാസങ്ങളെ അംഗീകരിക്കാത്ത സർക്കാരിന് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ അർഹതയുണ്ടോ എന്നുള്ളതല്ലേ ചോദ്യത്തിന്റെ മുന. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസത്തെ അംഗീകരിക്കാത്ത അയ്യപ്പന്റെ സുഹൃത്താണ് വാവരെന്ന് അംഗീകരിക്കാത്ത വാപുരനാണെന്ന പച്ച കള്ളം പറയുന്ന ശബരിമല യുവതികളെ കയറ്റണമെന്ന് ഇന്നും പബ്ലിക്കലി TV-യിൽ പറയുന്ന ശ്രീ RV ബാബുവിന്റെ സംഘടനയായ ഹിന്ദു ഐക്യവേദിക്ക് എങ്ങനെയാണ് നടത്താൻ അധികാരം? പക്ഷെ എനിക്ക് ശ്രീ RV ബാബുവിനോട് ദേഷ്യമില്ല. ദേഷ്യം ഉണ്ടായിട്ടല്ല ബാബു ചേട്ടാന്ന് വിളിക്കുന്നത്, ദേഷ്യം ഉണ്ടായിട്ടല്ല പറയുന്നത്. ഇത് ശബരിമലയോ അമ്പലത്തെയോ പള്ളിയോ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലിയാക്കരുത്. CPM ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഈഴവ വോട്ട്, നായർ വോട്ട്, ഹിന്ദു വോട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരുമാതിരി കുറച്ചൊക്കെ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാർക്കറിയാം. പക്ഷേ സംഗമം നടക്കട്ടെ, കൂടുതൽ ഫണ്ട് വരുന്നെങ്കിൽ വരട്ടെ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാ പറ്റുക? അതുകൊണ്ടല്ലേ ഈ പോരാട്ടത്തിന് ആദ്യം മുതലുണ്ടായിരുന്ന NSS പറയുന്നത് നടക്കട്ടെ. പക്ഷെ BJP അതിൽ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, ശബരിമലയിൽ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ വിശ്വാസങ്ങളെ എതിർക്കുന്ന ആളുകളെ അതിൽ ഉൾപ്പെടുത്തുന്നതായിരുന്നു ഞങ്ങളുടെ പ്രശ്നം. സ്റ്റാലിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. സ്റ്റാലിനെ വിളിക്കുന്നില്ല എന്ന് പിന്നീട് തീരുമാനം വന്നു. അദ്ദേഹം അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രശ്നം, പക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ, ഒരു പൊളിറ്റിക്കൽ ഡ്രാമയല്ലേ എന്നാണ്. ഡ്രാമ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ പൊളിറ്റിക്കൽ സബ്ടെക്സ്റ്റ് ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞ് തർക്കിക്കാം, ഉണ്ടെന്ന് നമുക്ക് എല്ലാം അറിഞ്ഞൂടെ? ഇനി രാജീവ് ചന്ദ്രശേഖർജിക്ക് ഇത് പറയാൻ എല്ലാ അർഹതയുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം അന്ന് ബാംഗ്ലൂർ MP ആയിരുന്നു. അദ്ദേഹം ആദ്യം മുതലേ സുപ്രീം കോടതിയിൽ സ്വന്തമായിട്ട് കാശിറക്കി ഫൈറ്റ് ചെയ്ത ആൾക്കാരിൽ ഒരാളാണ്. ശബരിമലയ്ക്ക് വേണ്ടി പോരാടാൻ തയ്യാറായി മുമ്പോട്ട് വരികയും അന്ന് ഒരു രാഷ്ട്രീയക്കാരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തപ്പോൾ പോലും സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്ത നല്ല വിശ്വാസികളിലൊന്നാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും പറയാൻ റൈറ്റ് ഉണ്ട്, ഇദ്ദേഹത്തിന് പറയാൻ കൂടുതൽ റൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തിനാണ് CPM/ദേവസ്വം ബോർഡ്/ഗവൺമെന്റ് ഇത് നടത്തുന്നത്? എലക്ഷൻ വരികയാണ്. ഹിന്ദു വോട്ടുകൾ, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ എൻ മാസേ അല്ലെങ്കിൽ 70 to 75% CSDSന്റെ ഒക്കെ പല പഠനങ്ങളുണ്ട്. നമ്മുടെ UDF-നും കോൺഗ്രസിനുമാണ് പോകുന്നത്. പിന്നെ ബാക്കി വോട്ടുകൾ ആരാ? 55% ഹിന്ദുവിൽ ഏകദേശം 12 മുതൽ 15% വരെ നായരും, 20 മുതൽ 24% വരെ, 22 മുതൽ 25% വരെ ഈഴവ വോട്ടുകളും ബാക്കി പിന്നോക്ക വോട്ടുകളുമാണ്. അയ്യപ്പൻ വലിയൊരു യൂണിഫയിങ് ഫിഗറാണ്. അതുകൊണ്ട് അന്ന് ചെയ്ത തെറ്റുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ നടത്തുകയാണെങ്കിൽ പണ്ട് ചെയ്തതിന് ഇൻഡിറക്റ്റ് ആണെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. ആ വേദനയെ തിരിച്ചിട്ടും ഇത് ചെയ്യുന്നതാണെന്ന് BJP-കാരനറിയാം, CPM-കാരനറിയാം, കോൺഗ്രസ്സുകാരനറിയാം. നമ്മൾ ചാനലിൻ്റെയും ക്യാമറയുടെയും മുമ്പിൽ വന്നിട്ട് വാദങ്ങൾ ഉണ്ടാക്കി അതിനെ അനുകൂലിക്കുകയോ എതിർക്കുകയോ എന്താ കാര്യം? CPM ഹിന്ദു വോട്ട് ബാങ്ക് കൺസോളിഡേറ്റ് ചെയ്യാനും സോഫ്റ്റ് ഹിന്ദു എലക്ഷൻ പിച്ച്, ഹിന്ദുത്വമല്ല സോഫ്റ്റ് ഹിന്ദു എലക്ഷൻ പിച്ചിന് വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോഴും കുറെ കൂടി ഇൻക്ലൂസീവായി ചെയ്താൽ നല്ലതാണ്. ഒരു കുമ്മനം രാജശേഖരൻ ഇല്ലാതെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിൽ അർത്ഥമില്ല. 40-50 വർഷങ്ങളായി ജീവിതം മുഴുവൻ ശബരിമല അയ്യപ്പനും ശബരിമല വിശ്വാസികൾക്കും വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തെ അടക്കം അകറ്റി നിർത്തി അയ്യപ്പ സേവാ സംഘങ്ങളെ ഒരു 4 ദിവസം മുമ്പ് വരെ വിളിച്ചില്ല. ഞാൻ അവരെ 4 ദിവസം മുമ്പ് കോൺടാക്ട് ചെയ്യുന്നു, അവരെ വിളിച്ചിട്ടില്ല. പഴയ പല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇതിനു വേണ്ടി പോരാടിയ ഒരുപാട് പേരുണ്ട്, ഫൈറ്റ് ചെയ്ത ജീവിതങ്ങളിൽ ഒരുപാട് പേരുണ്ട്. അവരെ ആരെയും വിളിച്ചിട്ടില്ല. അവരെയും കൂടി ഇൻക്ലൂസീവായിട്ട് വിളിച്ചുകൊണ്ട് വേണ്ടി. ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്നത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തി ജാതി കൺസോൾട്ടേഷൻ ആണ്. ജാതി മാത്രമല്ല, അദ്ദേഹം മിനിസ്ട്രിയിലുള്ള ആളുകളെ ഉദ്ദേശിച്ചു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യപ്പ ഭക്തരല്ലേ, ആഗോള അയ്യപ്പ സംഘം അല്ലേ? ഒറ്റ ചോദ്യം ചോദിക്കാം, ശബരിമല സുസ്ഥിര വികസന സമ്മേളനം അല്ലല്ലോ, ആഗോള അയ്യപ്പ സംഘം. അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിന്റെ പ്രതീകമല്ലേ? വിശ്വാസത്തിന്റെ പ്രതീകം. അതിൽ വിശ്വാസികളെ അതിന് മാനദണ്ഡവും സർക്കാർ വെച്ചിട്ടുണ്ടല്ലോ. പല മാനദണ്ഡങ്ങളിലുള്ള അയ്യപ്പന്മാരെയാണ് അതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ നിശ്ചയമായും അതിഥികൾ ഉണ്ടാവും. അപ്പൊ അതിലും ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഉണ്ടാവും. അവരെ കൃത്യമായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ലാതെ സർക്കാർ പറയുന്നതിനെ എങ്ങനെയാണ് രാഹുൽ പറയുന്നതല്ലേ? രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യുന്നത് രാഷ്ട്രീയം വെച്ചിട്ടാണ്. അത് അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? രാഷ്ട്രീയക്കാർ എന്തും ചെയ്യുന്നത് രാഷ്ട്രീയം വെച്ചിട്ടാണ്. അത് തെറ്റൊന്നുമില്ല. അതിപ്പം ഞാൻ സാധാരണക്കാരനായിട്ട് എനിക്ക് തുറന്നു പറയാം, വേറൊരാൾക്ക് തുറന്നു പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. CPM ഇത് ചെയ്യുന്നത് ഒരു സോഫ്റ്റ് ഹിന്ദു പിച്ച്, 1987 ഒക്കെ EMSന്റെ മോഡലിലുള്ള ഒരു സോഫ്റ്റ് ഹിന്ദു പിച്ചിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് ബാക്കിയുള്ളവർ മനസ്സിലാക്കി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വർഗീയവാദികളാണെന്ന് വിളിക്കുന്നത്. ഇനി കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതിൽ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത്? ഓർമ്മയുണ്ടെന്നല്ല മാഡത്തിന്, കോൺഗ്രസിന്റെ കഴിഞ്ഞ ഇലക്ഷൻ പിച്ച് ശബരിമലയായിരുന്നു. ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പോൾ ശബരിമലയിലെ വിശ്വാസമൊക്കെ ആയിരുന്നു ഒരു ഇലക്ഷൻ പിച്ച്.
എന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ കുറച്ചുകൂടെ പച്ചയ്ക്ക് പറയാം, ശ്രീ VT ബൽറാം ഒക്കെ എന്നെ ആദ്യം അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസിലെ അജയ് തെറയിൽ എന്ന് പറയുന്ന വലിയ നേതാവുണ്ട്, ശ്രീനാരായണീയനാണ്, ആ സമൂഹത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു രാഹുൽ ഈശ്വറിന്റെ രോമത്തിൽ തൊടാൻ ഭക്തരെ അനുവദിക്കില്ല എന്നൊക്കെ. അപ്പോൾ ശ്രീ VT ബൽറാം ഒക്കെ അന്ന് പബ്ലിക്കലി ഫേസ്ബുക്കിൽ എഴുതി ഈ രോമത്തെ, അതായത് എന്നെയൊക്കെ പിടിച്ച് ജയിലിലിടണം, രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ ഈശ്വർ അല്ല നമ്മുടെ നേതാവ്. എന്നിട്ട് എന്ത് പറ്റി? രാഹുൽ ഗാന്ധി നിലപാട് മാറ്റി, ശശി തരൂർ നിലപാട് മാറ്റി, NTR കോൺഗ്രസ് നിലപാട് മാറ്റി. അടുത്ത തവണ കോൺഗ്രസിനുള്ള ഇലക്ഷൻ പ്ലാൻ ശബരിമലയായി മാറി. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. വി വെർ ടെല്ലിംഗ് ദ ട്രൂത്ത്, വി വെർ ഓണസ്റ്റ്ലി ടെല്ലിംഗ് എ ട്രൂത്ത്. ഈ ട്രൂത്തിനെ മറച്ചു വെച്ച് പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാനാണ് പലരും നോക്കിയത്. ദേവസ്വം മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് അപ്പം അടുത്ത ദിവസം തന്നെ ഹിന്ദു ഐക്യവേദി അടുത്ത ദിവസം തന്നെ വീണ്ടും അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഈ മന്ത്രി പറഞ്ഞതിനെ അത് ശരിവെക്കുകയല്ലേ ചെയ്യുന്നത്? രണ്ടുപേരും പൊളിറ്റിക്കൽ കൺസോൾട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുകയാണ്. എന്നിട്ട് BJP RSS വലതുപക്ഷത്തോട്ട് നിൽക്കുന്ന ശക്തികൾ പറയും ഇടതുപക്ഷം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, ഇടതുപക്ഷത്തോട്ട് നിൽക്കുന്ന പറയും വലതുപക്ഷം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഇത് എന്താ അറിയാമോ, അത് ഞാൻ സിമ്പിളായ കണക്ക് വെച്ച് പറയാം, മാത്സ് വെച്ച് പറയാം. അതായത് നമ്മുടെ കേരളത്തിൽ 27 മുതൽ 29% വരെ നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടാണ്. ഏകദേശം 94 ലക്ഷം മുതൽ 1 കോടി വരെ. ഏകദേശം ക്രിസ്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ 18.5 മുതൽ 19 അല്ലെങ്കിൽ 17 മുതൽ 19% വരെ, 60, 65 അല്ലെങ്കിൽ 70 ലക്ഷം വോട്ടുകൾ. ബാക്കി വരുന്ന 50 മുതൽ 55% വരെയാണ് ഈ ഹിന്ദു സമൂഹം ഉള്ളത്. ഈ ഹിന്ദു സമൂഹത്തിൻ്റെ മെയിൻ ഡ്രോ പാർട്ടികളാണ് CPM ഉം BJP യും. കോൺഗ്രസിനെന്ന് പറഞ്ഞാൽ കുറച്ച് നായർ വോട്ടുകൾ, പണ്ട് മുതലേ NSS അടക്കമുള്ള സവർണ ഹിന്ദു വോട്ടുകൾ, പിന്നീട് കുറച്ച് ബാക്ക്വേർഡ് വോട്ടുകൾ, ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഓണസ്റ്റിയുള്ള രാഷ്ട്രീയം. ഇതിൽ BJP ശ്രമിക്കുന്നത് ഒരു ഹിന്ദു ഐക്യത്തിൻ്റെ ഫീൽ ഉണ്ടാക്കുക. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേരള ക്രിസ്ത്യാനികളും കൂടെ, മധ്യതിതാംകൂറിലെ ക്രിസ്ത്യാനികളെയും കൂടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇസ്ലാമോഫോബിയയിൽ, മുസ്ലിം വിരോധത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നായർ ഈഴവ ക്രിസ്ത്യൻ ഐക്യം, തൃശ്ശൂർ വർക്ക് ചെയ്ത ശ്രീ സുരേഷ് ഗോപിയുടെ ഫോർമുല, ഈ നായർ ഈഴവ ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാക്കാനാണ് BJP നോക്കുന്നത്. CPM നോക്കുന്നത് എന്താ? CPM വിശാല, CPMന്റെ ഒരു മതേതര സ്വഭാവമുള്ള വലിയൊരു ശതമാനം വോട്ടുകളുണ്ട്. പക്ഷേ അത് വലിയൊരു ശതമാനം ഈഴവ തീയ സമൂഹങ്ങളിലാണ്. ഇവർക്കെല്ലാം ഇതിൻ്റെതായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. നമ്മളത് കാണാതിരുന്നത് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളപ്പം ചെയ്യാൻ കഴിയുന്നത് എന്താ? BJP ചെയ്യുന്നതിലും രാഷ്ട്രീയമുണ്ട്, CPM ചെയ്യുന്നതിലും രാഷ്ട്രീയമുണ്ട്, കോൺഗ്രസ് ചെയ്യുന്നതിലും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പരമാവധി ഇൻക്ലൂസീവ് ആക്കുക. അതിന് വിശ്വാസത്തിന് മേളിൽ ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക, അതിനെക്കാട്ടി താഴെ ഒരു സ്ഥാനം കൊടുത്താൽ കുഴപ്പമില്ല. ഇപ്പം ഒരു കാര്യമുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെല്ലാം വരുന്നില്ലേ? എങ്ങനെയാണ് വരുന്നത്? എല്ലാം ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലേ? അതായത് CPMന്റെ LDF വരികയാണെങ്കിൽ അതിൽ CPMന്റെ ഒരാൾ വരും, CPIയുടെ ഒരാൾ വരും, പിന്നെ അവരുടെ കൂടെയുള്ള ഘടകകക്ഷിയുടെ ആൾ വരും. മിക്കവാറും അതിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ നായർ വരും, ഇഴവ് വരും, ഒരു പിന്നോക്ക് വരും. കഴിഞ്ഞ പ്രാവശ്യം വാസു സാർ വന്നപ്പോൾ വാസു സാറാക്കിയപ്പോൾ നായരെ മാറ്റി വാസു സാറിനെ ആക്കി മറ്റൊരു നായരുണ്ടായി. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ഇക്വേഷൻ. ഒരു നായർ പ്രസിഡന്റ് ആവും, ഇഴവ് ഒരു മെമ്പർ ആവും, ബാക്കി പിന്നോക്ക്. അത് സുധാരൻ സാർ വന്നതിന് ശേഷം റിസർവേഷൻ ആയതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു പിന്നോക്ക വനിതയ്ക്ക് കൊടുക്കും. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് ഇങ്ങനെ അല്ലെന്ന് പറയുന്നത്. എന്നിട്ട് വെളിയിൽ വന്ന് പറയുമ്പോൾ ജാതിയും മതവും നമ്മൾ പറയരുതെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഓണസ്റ്റ്ലി നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണണം. എന്ന് പറഞ്ഞാൽ വർഗീയത വേണമെന്നല്ല, മതസൗഹാർദ്ദത്തിൻ്റെ ആംഗിളിൽ, ഇനി കുറച്ചുകൂടെ നല്ല ഭാഷ വേണമെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ആംഗിളിൽ ഇതിനെ കണ്ടാൽ മതി. ഇപ്പം CPM ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയ്ക്കെതിരെ ഒരു നവോത്ഥാന മതിലുണ്ടാക്കിയിരുന്നു. അതിൽ ഈ വ്യത്യസ്ത കാസ്റ്റ് കൺസോൾട്ടേഷൻ്റെ കാര്യങ്ങളായിരുന്നു. അതിനിപ്പോൾ ശബരിമലയുടെ പേരിട്ട് അതും കൂടെ കൊണ്ടുവരികയാണ്. ഇനി ഒരു കാര്യം, ഒരു തമാശയും കൂടെ, കുറച്ചൊരു എന്താ പറയുക, ഒരു പൊടിക്ക് ധാർഷ്ട്യവും ധിക്കാരത്തോടും കൂടെ പറഞ്ഞോട്ടെ. ചില രാഷ്ട്രീയക്കാർ വളരെ സീരിയസ് ആയി TV ചാനലിൽ ചർച്ച ചെയ്യുന്ന കാണുന്നുണ്ട്. സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് മാറ്റണോ, നിങ്ങൾ അഫിഡവിറ്റ് മാറ്റണം, ശബരിമലയിലെ യുവതികളുടെ നിലപാട് മാറ്റണം എന്നൊക്കെ വേണം കണ്ടു കാണും. നിങ്ങൾ എന്ത് നിലപാടെടുത്താലും എന്താണ്? ശബരിമല യുവതികളെ കയറ്റാൻ വിശ്വാസികൾ സമ്മതിക്കില്ല. നിങ്ങൾ CPM എന്ത് നിലപാടെടുത്താലും, കോൺഗ്രസ് എന്ത് നിലപാടെടുത്താലും, BJP എന്ത് നിലപാടെടുത്താലും ശബരിമല യുവതികളെ കയറ്റാൻ അവിടുത്തെ വിശ്വാസികൾ സമ്മതിക്കില്ല. ഈ രാഷ്ട്രീയക്കാരെങ്കിലും പറഞ്ഞിട്ടാണോ ശബരിമല യുവതി പ്രവേശനം ഈ രീതിയിലാകിയത്? ഞങ്ങളടക്കമുള്ള ഒരുപാട് പേര് പോരാടി നേടിയതാണ്. ഞങ്ങളുടെ പോരാട്ടം വിജയിക്കുന്നു എന്ന് കണ്ട് കൂടെ വന്നവരാണ് രാഷ്ട്രീയക്കാർ, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ പുറകെ പോയതല്ല. മാത്രമല്ല ഒരു കാര്യം കൂടെ ഓർക്കണം, നമ്മുടെ നാട്ടിൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാറില്ല. 4-1 എന്ന സുപ്രീം കോടതിയുടെ തെറ്റായ വിധിന്യായം ജനാധിപത്യത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങൾ അതിജീവിച്ചതാണ്. ഓർക്കണം, 4-1 എന്ന സുപ്രീം കോടതി വിധിന്യായം ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ അങ്ങനെ ഒരു വിധി മറികടന്നിട്ടില്ല. അവസാനം മറികടന്നത് മറ്റേ 2-0 വെർഡിക്റ്റ് ഉണ്ടായിരുന്നു, മറ്റേ SC/ST മറ്റേ ലോ ഡയല്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ച്, സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിനെക്കുറിച്ച്. അത് അവസാനം സർക്കാർ ഇടപെട്ട് മാറ്റി, ഗവൺമെൻറ് ഇടപെട്ട് അത് മാറ്റി. പിന്നോക്ക വോട്ടുകൾ പോകണ്ടെന്ന് പറഞ്ഞ് BJP ഇടപെട്ട് മാറ്റി. ഞങ്ങൾ 4-1 എന്ന സുപ്രീം കോടതിയുടെ വിധിന്യായം വിശ്വാസത്തിൻ്റെ ധൈര്യത്തിൽ
എന്താ പറയുന്നത് അതിജീവിച്ചതാണ്. എന്നെയൊക്കെ അന്ന് ചാനലുകൾ വിളിക്കും, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് ലിബറൽ ചാനൽ വിളിക്കുമ്പോൾ എന്നോട് പറയും, രാഹുലേ നീ ആ TV പറഞ്ഞില്ലേ എൻ്റെ നെഞ്ചിൽ ചവിട്ടി എവിടെ യുവതികൾ കയറും, അത് നമ്മുടെ ചാനലിൽ കൂടെ ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ വളരെ പേര് പറയുന്നതിന് കുഴപ്പമില്ലെങ്കിൽ അന്ന് കൈരളി റിപ്പോർട്ടറും ഒക്കെ ഇത് പറയുമ്പം ഞാൻ ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പറയണേ, നിങ്ങൾ നമ്മുടെ നിലപാടിന് എതിർപ്പാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ പ്രക്ഷോഭത്തിൽ തോക്കും, സുപ്രീം കോടതി നിങ്ങൾക്ക് എതിരാണ്, കേരള ഗവൺമെൻറ് എതിരാണ്, രാഷ്ട്രീയ പാർട്ടികളെല്ലാം എതിരാണ്. അപ്പം നിന്നെയൊക്കെ ഭാവി ട്രോൾ ചെയ്യാനും നീ ഭാവിയിൽ അങ്ങനെ പറഞ്ഞിരുന്നതാണല്ലോ, ഇപ്പം കണ്ടില്ലേ യുവതികൾ അവിടെ കയറി ഇറങ്ങുന്നു എന്ന് കാണിക്കാനും വേണ്ടിയാണ് പബ്ലിക്കലി പറഞ്ഞത്. ഇതൊക്കെ രഹസ്യമായിട്ടൊന്നുമല്ല, പബ്ലിക്കലി പറഞ്ഞാണ്. സ്വാമി സന്ദീപാനന്ദഗിരി അടക്കം ശബരിമല യുവതികൾ കയറി ഇറങ്ങി നിരങ്ങും എന്നൊക്കെ പറഞ്ഞാണ്. എന്തായി അവസാനം? ഇത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചതെന്ന് അറിയാമോ? ഞങ്ങൾ പറയുന്ന സത്യമാണ്. യുവതി പ്രവേശന വിഷയത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ അതിനെ ഒരു വിശ്വാസത്തെയും പറഞ്ഞോട്ടെ, അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ബ്രോഡായി പറയുമ്പോഴും അതിന്റെ പിന്നിൽ ഒരുപാട് റാഷണലും ലോജിക്കും ഉണ്ട്. ഞാൻ നിയമമാണേ പറയണേ, സ്പിരിച്വാലിറ്റി അല്ല. ആർട്ടിക്കിൾ 25ഉം 26ഉം ഇതിന് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ഹനിക്കുന്ന കാര്യത്തിൽ നമ്മൾ അടുത്തതാണ് പോയിന്റ്. ഇത് നമുക്ക് മനസ്സിലായില്ലേ, പിന്നെ ഈ സുപ്രീം കോടതിയിലെ 4 ബെഞ്ചിലെ ജഡ്ജിമാർക്ക് മനസ്സിലാകാത്ത സുപ്രീം കോടതി വിധിയൊന്നും നമുക്ക് എന്താ കാര്യം എന്നറിയാമോ? അതിന്റെ കാരണം ഇതൊരു പാതയായി എത്തി. കൃത്യമായിട്ട് പറഞ്ഞ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. ആർട്ടിക്കിൾ 44നെ ആർട്ടിക്കിൾ 14, അതായത് റൈറ്റ് ടു ഇക്വാളിറ്റിയുടെ മുഖം മൂടിയിട്ട് ആർട്ടിക്കിൾ 25ഉം 26ഉം ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇത് രഹസ്യമായിട്ടൊന്നും ചെയ്യുന്നതല്ല. അതായത് രാഹുൽ പറയുന്നത് അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം യൂണിഫോം സിവിൽ കോഡും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല രാഹുൽ. വിശ്വാസത്തിന്റെ രഹസ്യാത്മകമൊന്നുമല്ല. ഒരു സെക്കൻഡ് കേൾക്കാം. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? അല്ല എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ രാഹുലിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായത്തിൽ ഒരു വിഷയമേ അല്ല. രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായമല്ല, ഇതിന്റെ വസ്തുത എന്താണെന്നാണ് വിഷയം. ആ വസ്തു ഒരു വരിയിലും കൂടെ പറയാം. ഒരു വരി. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത് BJP അല്ലേ? അതിന് തർക്കമൊന്നുമില്ല. BJPയും മറ്റുമല്ല യൂണിഫോം സിവിൽ കോഡ് വേണം, സ്ത്രീകളുടെ പുരോഗമനം, യൂണിഫോം സിവിൽ കോഡ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. കോൺഗ്രസിന്റെ മനസ്സിൽ വേണമെങ്കിലാകാം, പക്ഷേ മുസ്ലിങ്ങളുടെ വോട്ട് കൂടി പോകരുത്. പണ്ട് CPM നമ്മുടെ EMS നമ്പൂരിപ്പാടൊക്കെ വരുന്ന സമയത്ത് യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിച്ചിരുന്നു. പിന്നീട് BJPയുടെ സവർണ ഫാസിസ്റ്റ് അജണ്ട ഒളിച്ചു കടത്താനുള്ളതല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് ശരിയാണ്. ഇതാണ് അവരുടെ ബ്രോഡ് നിലപാട്. യഥാർത്ഥത്തിൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഇന്ത്യയിൽ സത്യം പറഞ്ഞൊരൊറ്റ ആളേ ഉള്ളൂ. അത് RSSന്റെ സർസംഘചാലകായിരുന്ന പൂജനീയ ഗുരുജി ഗോൾവൽക്കറാണ്. ഗുരുജി ഗോൾവൽക്കർ പറയുന്നുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കും. ഞങ്ങളുടെ ഇടയിൽ, അതായത് ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിങ്ങൾ 4 കല്യാണം കഴിച്ച് അവരുടെ കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയുള്ള ചില ആൾക്കാരുണ്ട്. അവരാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത്. പക്ഷേ ഈ തെറ്റായ അജണ്ട രാഷ്ട്രോം കെ വിനാശ് കെ കാരൻ ഹെ, രാഹുൽ ഈശ്വർ പറയുന്നതല്ല, RSS പ്രസിദ്ധീകരിച്ച ഇന്റർവ്യൂ ആണ്. ഗുരുജി ഗോൾവാൾക്കർ 1972 മദർലാൻഡ് ഓർഗനൈസറിൽ ഇന്റർവ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർ ഈ തെറ്റിദ്ധാരണയിൽപ്പെട്ട് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റിക്കെതിരാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യൂണിറ്റി വേറെ, യൂണിഫോമിറ്റി വേറെ, ഐക്യം വേറെ, ഏകശിലാത്മകത വേറെ. ഈ ഏകശിലാത്മകത അടിച്ചേൽപ്പിച്ചാൽ അത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കും. ആ ഏകശിലാത്മകത അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമായിരുന്നു ശബരിമലയിൽ സുപ്രീം കോടതിയിൽ ദീപക് മിശ്ര ചെയ്തത്. അത് അയ്യപ്പനായിട്ട് തടഞ്ഞതാണ്. ഓക്കെ, ശരി. ഞാൻ വിശ്വാസത്തെ ഒന്നും തുറന്നില്ല, എനിക്ക് അതിന് ആവശ്യവുമില്ല. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമത്തിൽ രാഹുൽ ഈശ്വർ ഏത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും? ഇല്ല, ഞാൻ 2 അയ്യപ്പ സംഗമത്തിലും പങ്കെടുക്കില്ല. കാര്യം ഞാൻ യാത്രയിലാണ്, അതാണ് പ്രധാനം. ഞാൻ 2 അയ്യപ്പ സംഗമം. അത് മാത്രമാണോ കാരണം? അത് മാത്രമല്ല, ഇതിന്റെ പ്രശ്നം രണ്ടിലും പൊളിറ്റിക്കൽ എലിമെന്റ്സ് ഉണ്ട്. രണ്ടുപേരോടും യോജിക്കാനും വിയോജിക്കാനും കഴിയുന്ന മേഖലകളുണ്ട്. പെട്ടെന്നൊരു വരി കൂടെ പറയാം. ഇനി എനിക്ക് കൂടുതൽ പിന്നെയും താല്പര്യം BJP RSSനോടാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ശ്രീ പിണറായി വിജയൻ പറയുന്നതിൽ ഒരു മെറിറ്റ് പറയാം. വളരെ ശക്തമായിട്ട് അദ്ദേഹം അയ്യപ്പന്റെയും വാവരുടെയും ചരിത്രം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അയ്യപ്പന്റെയും വാവരുടെയും സൗഹാർദ്ദം. അത് ഞങ്ങൾക്കെല്ലാം അഭിമാനമാണ്, നമുക്കെല്ലാം രോമാഞ്ചം വരുന്ന കാര്യങ്ങളിലൊന്നാണ്. അങ്ങനെ തന്നെയാണ് അയ്യപ്പനും അയ്യപ്പൻ്റെ സുഹൃത്തായ വാവരും. ഇനി ഇവർക്ക് വേറൊരു സുഹൃത്തുണ്ട്, വെളുത്ത എന്നാണ് പേര്. പുള്ളി ക്രിസ്ത്യാനിയാണ്, അർത്തുങ്കൽ പള്ളിയിലെയാണ് വെളുത്ത. ഇത് BJPയുടെ ഒരു വിഭാഗം, എല്ലാവരും എന്ന് പറയുന്നില്ല, കുമ്മനം ചേട്ടനൊക്കെ അംഗീകരിക്കുന്നുണ്ട്, ഒരുപക്ഷെ ശ്രീ സുരേഷ് ഗോപി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ തീവ്ര നിൽക്കുന്നത് മാഡം ഇവിടെ കേട്ട് കാണും, വാപുരൻ എന്ന് പറയുന്ന വാപുരന് ക്ഷേത്രമൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവിടെ കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒരാളില്ല, ചുമ്മാ പറയണതാ, ചുമ്മാ കള്ളം പറയുമോ. വാപുരൻ എന്നൊരു ശിവഭൂതഗുണമുണ്ട്, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ
വാവരെന്ന മുസ്ലിം സ്വത്വത്തെ അംഗീകരിക്കാൻ മടിയുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ ഈ വാവൂരിനെ കൊണ്ടുവന്ന് വാവരെ ഡയല്യൂട്ട് ചെയ്യാനോ ഇല്ലാതാക്കാനോ നോക്കുകയാണ്. അത് അയ്യപ്പ വിരുദ്ധമാണ്. അത് സ്വാമി അയ്യപ്പനോട് കാണിക്കുന്ന നിന്നയാണ്. നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ മുസ്ലിം വിരോധം അയ്യപ്പനെ വെച്ച് തീർക്കാൻ നോക്കുകയാണ്. ഇനി ഇത് പ്രൊപ്പഗാൻഡ മാത്രമല്ല, കേരള ഹൈക്കോടതിയിലേക്ക് TG മോഹൻദാസ് ഔദ്യോഗികമായി കേരള ഹൈക്കോടതിയിലായിട്ട് ഒരു പ്ലീ ആയിട്ട് പോയി, അല്ലെങ്കിൽ കേസുമായിട്ട് പോയി. ഞാൻ അതിനെ എതിർത്ത് കേരള ഹൈക്കോടതിയിൽ നിന്ന് ചേർന്നു. എന്താണെന്നറിയാമോ? സുപ്രീം കോടതി വിധിക്ക് ശേഷം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശബരിമലയിൽ വരുന്നത് തടയണം. ഹൈക്കോടതി ഞെട്ടൽ രേഖപ്പെടുത്തി, ഡിസ്റ്റർബൻസ് രേഖപ്പെടുത്തി ആ പ്ലീ മാറ്റിവെച്ചു. ഹൈക്കോടതി പറഞ്ഞ എക്സാക്ട് വരി, വി ആർ ഡിസ്റ്റർബ്ഡ് ബൈ ദിസ് പ്ലീ, വി ആർ ഡിസ്റ്റർബ്ഡ് ബൈ ദിസ് പർട്ടിക്കുലർ സബ്മിഷൻ എന്നുള്ളതാണ്. അതായത് അവിടെ ഞങ്ങളെല്ലാം പോരടിക്കുന്ന എങ്ങനെങ്കിലും എല്ലാവരെയും യോജിപ്പിച്ച് ശബരിമലയെ ജയിക്കാൻ നോക്കുമ്പോൾ അതിനിടയ്ക്കൂടെ കയറി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശബരിമലയെ വരരുത് എന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളത്? ഞാൻ ശബരിമല പോകുന്ന വിഷയമല്ല. നമുക്ക് സംഗമത്തിൽ, അയ്യപ്പ സംഗമത്തിലേക്ക് വരാം. അയ്യപ്പ സംഗമത്തിൽ രാഹുൽ ഈശ്വർ പങ്കെടുക്കുന്നില്ല, 2 അയ്യപ്പ സംഗമത്തിലും പങ്കെടുക്കുന്നില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, ഈ കുമ്മനം രാജശേഖരനെ പോലെയുള്ള ആളുകളുടെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? അതായത് ദേവസ്വം ബോർഡിനെ ഇരുട്ടിൽ നിർത്തി നടത്തുന്ന ഒരു സംഗമമാണ്, മതേതര സർക്കാരിന്റെ സംഗമമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, BJP-ക്കാരെ ആർഗ്യുമെന്റ് പറയുന്നതിന് ഒരു റീസൺ ഉണ്ടല്ലോ എല്ലാത്തിനും. മതേതരം എന്ന് പറയുന്നത്, ഇപ്പൊ ഇത്രയും കാലം നീയൊക്കെ മതേതരം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, ഇനി ഞാൻ കുറച്ചു കാലം മതേതരം എന്ന് പറയട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരും നമ്മുടെ ഭരണഘടനയും സെക്കുലർ അല്ല, പ്ലൂറലിസ്റ്റിക് ആണ്, ബഹുസ്വരമാണ്, മതസൗഹാർദ്ദമാണ്. ഉദാഹരണം, മഹാത്മാഗാന്ധി മതേതരവാദി ആയിരുന്നില്ല, മഹാത്മാഗാന്ധി മതസൗഹാർദ്ദവാദിയായിരുന്നു. മഹാത്മാഗാന്ധി സെക്കുലർ ആയിരുന്നില്ല, പ്ലൂറലിസ്റ്റിക് ആയിരുന്നു. ഇനി നമ്മുടെ അയ്യപ്പ സംഘം എടുത്താൽ, അയ്യപ്പ സംഗമം പ്ലൂറലിസ്റ്റിക് ആയ ഒരു സർക്കാരിന് നടത്താം. അയ്യപ്പ സംഗമം മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന ഒരു സർക്കാരിന് നടത്താം. എന്താ പ്രശ്നം? ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സർക്കാരല്ലേ, സർക്കാരിന്റെ ആൾക്കാരല്ലേ ദേവസ്വം ബോർഡ് നോമിനേറ്റ് ചെയ്യുന്നത്? ക്വാസി ജുഡീഷ്യൽ ബോഡിയല്ലേ ദേവസ്വം ബോർഡ്? പിന്നെ ആരാ? പിന്നെ ദേവസ്വം മന്ത്രിയില്ലേ? പിന്നെന്താ സർക്കാരിന് നടത്തിയ? അപ്പൊ അത് BJP-ക്കാർ പറയുന്നത് തൽക്കാലം വേറൊന്നും ആർഗ്യുമെന്റ് പറയാനില്ല. പറയാനില്ലാത്ത ഈ മതേതരവാദികളോടും, വിശിഷ്യ ഹിന്ദു മതേതരവാദികളോട് കുറച്ചു കാലം മുമ്പ് നീയൊക്കെ മറ്റേ മതേതരത്വം എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നല്ലോ, ഇപ്പൊ എന്താ മതേതര സർക്കാർ നടത്തുന്നത് എന്ന് ചോദിക്കുന്നതിന്റെ ലോജിക്ക് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് കുമ്മനം ചേട്ടൻ അടക്കമുള്ള, ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നതിന് എനിക്ക് വിഷമമൊന്നുമില്ല, ശശികല ടീച്ചറിനെ എനിക്ക് ബഹുമാനമാണ്, പക്ഷേ ശശികല ടീച്ചറിനെ വിളിക്കണമെന്ന് ആരും പറയൂല. അതായത് മഹാത്മാഗാന്ധി അഴിമതിക്കാരനും മഹാത്മാഗാന്ധി മറ്റേ മുസ്ലിം പക്ഷപാതിയാണെന്ന് പറയുന്ന ശശികല ടീച്ചറിന്റെ ലൈൻ എടുക്കേണ്ട ആൾക്കാരെ വിളിക്കണമെന്ന് ആരും പറയില്ല. പക്ഷേ കുമ്മനം ചേട്ടനെ പോലെയോ ശ്രീ സുരേഷ് ഗോപിയെ പോലെയോ അദ്ദേഹം വരുമെങ്കിൽ കുറെ കൂടെ മിതവാദികളായ ആൾക്കാരെയും കൂടെ വിളിച്ച് ഒരുമിച്ച് കൊണ്ടുപോവാണെങ്കിൽ അദ്ദേഹം വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം കുമ്മനം ചേട്ടനെ അടക്കമുള്ള സർക്കാർ നടത്തുന്നുണ്ട്. ഒരു ബാഡ് ബ്ലഡ് ആദ്യമേ അവരുണ്ടാക്കി, കുറച്ചുകൂടി ഒരു ഇൻക്ലൂസീവായി പോകായിരുന്നു. അതാണ് അതിന്റെ സാധനം. സർക്കാരിന്റെ ഒരു പ്രത്യയശാസ്ത്രമാണോ അയ്യപ്പ സംഗമം? LDF സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് അയ്യപ്പ സംഗമം. അത് മതസൗഹാർദ്ദമാണ്. ഇതേ മതസൗഹാർദ്ദമാണ് ഓഗസ്റ്റ് 15, 1947 തന്നെ ഉച്ചയ്ക്ക് കാണാൻ വന്ന കമ്മ്യൂണിസ്റ്റുകാരോട് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഞാൻ സോഷ്യലിസ്റ്റും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുമാണ്, പക്ഷേ നമ്മൾ ഹിന്ദു മുസ്ലിം ഐക്യം ഉയർത്തിപ്പിടിക്കാൻ ഒരുമിച്ച് നിൽക്കണം. ആ ഹിന്ദു മുസ്ലിം ഐക്യം എന്ന ഇന്ത്യയുടെ കഴിഞ്ഞ 1000 വർഷത്തെയോ 1400 വർഷത്തെയോ ചരിത്രത്തിൻ്റെ നല്ലൊരു ബിംബമാണ് സ്വാമി അയ്യപ്പനും വാവരും, അല്ലെങ്കിൽ വെളുത്തയും. ആ മതസൗഹാർദ്ദം എന്ന ലൈൻ ഉയർത്തിപ്പിടിക്കാൻ മാഡം ശ്രദ്ധിച്ചാൽ മതി. ലെഫ്റ്റ് വിങ് പറയുന്ന, ഇടതുപക്ഷം CPM പറയുന്നത് മതേതരത്വമാണ്, വലതുപക്ഷവും തീവ്ര വലതുപക്ഷവും പറയുന്നത് വർഗീയതയാണ്. ഇതിന്റെ ഇടയ്ക്കൊരു മിഡിൽ ഓഫ് ദി റോഡ് ഇല്ലേ? ആ മിഡിൽ ഓഫ് ദി റോഡാണ് മതസൗഹാർദ്ദം, ആ മിഡിൽ ഓഫ് ദി റോഡാണ് ബഹുസ്വരത. ആ ലൈൻ പിടിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് CPM-ന് അംഗീകരിക്കാം, സംശയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു CMB എന്ന് പറയുന്നത് നമ്മുടെ CP ജോണൊക്കെ പ്രതിദാനം ചെയ്യുന്ന CMB പാർട്ടിയിൽ അയ്യപ്പന്റെ വാവരുടെയും റെഫറൻസ് അവരുടെ പാർട്ടി പുസ്തകത്തിൽ തന്നെയുണ്ട്. നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട മതസൗഹാർദ്ദത്തിന്റെ മോഡൽ എന്ന്. ആ മോഡൽ ഭയങ്കര മോഡലാണ്. ആ മോഡലിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ, എരുമേലിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ എരുമേലിയിൽ ഒരു അമ്പലവും പള്ളിയും ഒരുമിച്ചുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതല്ല ഇതിലെ ക്യാച്ച്. എരുമേലിയിലെ അയ്യപ്പന്റെ അമ്പലത്തിനുള്ളിൽ, അയ്യപ്പന്റെ ഹിന്ദു ക്ഷേത്രത്തിനുള്ളിൽ വാവർക്ക് വേണ്ടി ഒരു നട വെച്ചു കൊടുത്തിട്ടുണ്ട്. നടയെന്ന് പറഞ്ഞാൽ ഷ്രൈൻ എന്നറിയാമല്ലോ, നട. ആ നടയിൽ ഇങ്ങനെ ഒരു ആർച്ച് മാത്രമേ ഉള്ളൂ, അതിലൊരു ഐഡലോ വിഗ്രഹമോ ഒന്നുമില്ല. കാര്യം 1000 വർഷം മുമ്പ് അയ്യപ്പൻ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ വാവർക്ക് കൂടി ഹലാലായ രീതിയിൽ, വാവർക്ക് ഹറാമല്ലാത്ത രീതിയിൽ ആദരിക്കാൻ തീരുമാനിച്ചതാണ്. ഇന്ന് 2025 സെപ്റ്റംബറിൽ പോയി നോക്കുകയാണെങ്കിൽ ഒരു ആർച്ച് മാത്രം കാണാം. അവിടെ വിഗ്രഹമില്ല, ഐഡലില്ല, രൂപമില്ല, പ്രതിമയില്ല. കാര്യം മുസ്ലിം വിശ്വാസികൾക്ക് വിഗ്രഹാരാധന പാടില്ല.
അതുകൊണ്ട് പള്ളിയിലല്ല, അയ്യപ്പൻ്റെ അമ്പലത്തിനുള്ളിൽ വാവറുടെ നടയെ പോലും അവിടെ ഒരു വിഗ്രഹമോ ഇതോ ഇല്ല. ഇത് തന്നെയാണ് ശബരിമലയിലും. ശബരിമലയ്ക്കുള്ളിൽ ഒരു വാവർ നടയുണ്ടെന്ന് ശ്രദ്ധിച്ചു കാണുമല്ലോ. അവിടെ ഒരു പച്ചപ്പട്ടൊക്കെ വിരിച്ച് ഒരു മുസ്ലിം പണ്ഡിതൻ അവിടെ ഇരിപ്പുണ്ട്. ആ മുസ്ലിം പണ്ഡിതനാണ് ഭസ്മമൊക്കെ തരുന്നത്. പക്ഷേ അവിടെ ഒരു വിഗ്രഹമില്ല. ഇതാണ് മോഡൽ ഓഫ് പ്ലൂറലിസം. ഇനി സെക്കുലറിസം എന്ന് വിളിച്ചാലേ പറ്റുള്ളെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ. സെക്കുലറിസം, വിശ്വമാനവികത, മതസൗഹാർദ്ദം, മതേതരത്വം, ബഹുസ്വരത, ഇഷ്ടമുള്ള വാക്ക് വിളിച്ചോളൂ. ആ വാക്കിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു എലമെന്റ് BJPക്കും CPMനും കമ്മ്യൂണിസ്റ്റുകാർക്കും എടുക്കാം. കമ്മ്യൂണിസ്റ്റുകാർ അതിനെ മതേതരത്വം എന്ന് വിളിക്കും, കോൺഗ്രസ്സുകാർ അതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കും, BJPക്കാരതിനെ ആർഷഭാരത സംസ്കാരം എന്ന് വിളിക്കും. മൂന്ന് വിളിച്ചാലും കുഴപ്പമില്ല.